സ്ട്രോബെറി തുടങ്ങി നമ്മുടെ പുതിനയില വരെ നമ്മളിത് ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പുതിനയിലയാണ്. അപ്പൊ നമ്മുടെ കഴുകിയെടുത്ത ഫ്രൂട്ട്സ് വെച്ച് നമ്മുടെ പണി തുടങ്ങാണ്. അപ്പൊ നമ്മുടെ തണ്ണിമത്തനിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പുറത്ത് നമ്മുടെ പൈനാപ്പിൾ അജുമോൻ അതന്നെ പൈനാപ്പിളും വെച്ച് പണി തുടങ്ങിയിട്ടുണ്ടേ. തണ്ണിമത്തനൊക്കെ പഴുപ്പായിണ്ടാവും. ഇപ്പൊ ശരിക്കും സീസൺ അല്ല നമ്മുടെ തണ്ണിമത്തൻ്റെ ഒന്നും. ആഹാ അത്യാവശ്യം പഴുപ്പായിട്ടുണ്ട് കേട്ടോ. ആഹാ ഇനി നമ്മുടെ തണ്ണിമത്തൻ്റെ നമ്മൾ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് ഇടണേ. പഴുപ്പത്തിരി കൂടുതലാന്ന് തോന്നുന്നു. സംഭവം നോക്കിയേ, പൈനാപ്പിൾ കട്ട് കേട്ടോ. അടിപൊളി. മധുരം നോക്കിയടാ. നമ്മുടെ പൈനാപ്പിൾ ആട്ടിനി പൈനാപ്പിൾ കോലൈസിനുള്ള പൈനാപ്പിളാണ് നമ്മൾ ഈ മുറിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സാധാരണ കോലൈസ് ഉണ്ടാക്കാറുള്ളത് എസെൻസും പഞ്ചസാരയൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ഇത്തവണ നല്ല അടിപൊളി എന്താ പറയുക ഒറിജിനൽ ഫ്ലേവറിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഫ്രൂട്ട്സും റിയൽ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അടുത്ത ആളത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആട്ടെ. നോക്കിയാൽ നല്ല അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഇവനാണ് നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ചുവന്ന ഡ്രാഗൺ ഫ്രൂട്ട് ആട്ടാ. അപ്പൊ നമ്മളിത് നോക്കി തൊലി പൊളിച്ചെടുക്കുമ്പോ നല്ല അടിപൊളി ഉണ്ടായിട്ട് തന്നെ ഉണ്ടാ. ആഹാ ഡ്രാഗൺ ഫ്രൂട്ട് 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 ഉണ്ടാ. ആയി അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും നമ്മുടെ ആവശ്യത്തിന് നമ്മളത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആള് നമ്മളുടെ മാംഗോ ആണ്. മാംഗോ ഇപ്പോൾ മാങ്ങ സീസൺ അല്ല, അതുകൊണ്ട് അത്ര നല്ല മാങ്ങയൊന്നും അല്ല നമുക്ക് കിട്ടിയേക്കണേ. എന്നാലും കാണാൻ ഭംഗിയില്ലെങ്കിലും സംഭവം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ മാങ്ങ സീസൺ ആയിരുന്നെങ്കിൽ ഇതിലും വെറൈറ്റി കുറേ മാങ്ങ നമുക്ക് കിട്ടിയാനായിട്ടാ. പക്ഷെ ഇതിപ്പോൾ സീസണല്ല, ഓഫ് സീസണാണ്. കണ്ടാ വാവ് അടിപൊളി സ്ലൈസ്. അപ്പൊ അടുത്തായിട്ട് നമ്മുടെ പുതിനയില കണ്ടാ. പുതിനയില നമ്മൾ അരിഞ്ഞ് സെറ്റ് ആക്കിയാണ്. ഇപ്പുറത്ത് നോക്കിയാൽ നമ്മുടെ അജുമച്ചൻ പച്ചമുന്തിരിങ്ങയാണ് അല്ലെ. പച്ചമുന്തിരിങ്ങ ഇങ്ങനെ കൊല്ലേന്ന് അടർത്തി എടുക്കുകയാണ്. സർഫ് എക്സൽ മാറ്റിക് ഇപ്പോൾ പുതിയ പാക്കിൽ. ഇത് ഉണങ്ങി പിടിച്ച കറകളെയും ഇളക്കിക്കളയും. नो डाउट यार सेंसे मैं इतने लोगों का फॉलो करता हूँ तो आई डोंट हैव एनी फॉलोअर्स. നമ്മുടെ പുതിന അരിഞ്ഞത് പാത്രത്തിലേക്ക് മാറ്റാട്ടാ. ഇനി നമ്മുടെ ചെറുനാരങ്ങ അരിഞ്ഞെടുക്കണ്ട. അജുമോൻ അവിടെ നല്ല അടിപൊളി പച്ചമുന്തിരി ഇതേ കിള്ളി മാറ്റാണ്. അങ്ങനത്തെ നമ്മുടെ അവസാനത്തെ പണിയായിട്ടുള്ള നമ്മുടെ മുന്തിരികളിൽ അവിടെ നടന്നുകൊണ്ടിരിക്കണ്ട. നോക്കിയേ ഓരോ ഫ്രൂട്ട്സ് നമ്മൾ പാത്രത്തിൽ നിരത്തി അങ്ങനെ അരിഞ്ഞ് വെച്ചേക്കാണ്. കാണാൻ തന്നെ വെറൈറ്റിയാണ്. എല്ലാം വെറൈറ്റി കളറുകളാണ്. നമ്മുടെ ഫ്രൂട്ട്സ് കട്ടിംഗ് ഒക്കെ വെയിലത്തിരുന്ന് നല്ല പണിയാട്ടാ. വെയിലത്തിരുന്ന് മോന്റെ മുഖക്കാകെ ഡ്രൈ ആയിട്ടല്ലേ. പക്ഷെ അതൊരു പ്രശ്നമില്ല, നമ്മുടെ അടുത്ത് സൊല്യൂഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മച്ചാമാരെ ഞാൻ പറഞ്ഞ സൂത്രം വേറെ ഒന്നുമല്ല, നമ്മുടെ മാമാഅർത്തിന്റെ വൈറ്റമിൻ സി ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ മാമാഅർത്തിന്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് സീറോ ആണ്. മാമാഅർത്തിന്റെ ഒരു വൈറ്റമിൻ സി ഫേസ് മോയ്സ്ചറൈസർ ഞാൻ ഇതിന് മുമ്പും പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് റെഗുലർലി ഞാനിപ്പോ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു മോഡൽ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോ തരം ചെയ്യൂട്ടാ. സാധാരണ ഒരു മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിന്നിനെ വെറുതെ മോയ്സ്ചറൈസ് മാത്രം ചെയ്യുള്ളൂ. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഗ്ലോവും കൂടി തരൂട്ടാ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ഫേസ് ഒക്കെ എത്രത്തോളം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യാൻ പോകണം. ആദ്യം നമ്മുടെ മുഖം ഒന്ന് കഴുകി അതിനുശേഷം നമ്മുടെ മോയ്സ്ചറൈസർ എടുത്ത് നമ്മുടെ സ്കിന്നിൽ, അതായത് നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ നല്ല രീതിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് നല്ലോണം നമ്മുടെ സ്കിന്നിലേക്ക് നമ്മളിത് തേച്ച് പിടിപ്പിക്കുകയാണ്. ശരിക്കും ഒന്ന് മസാജ് ചെയ്തുകൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ്. അത് കഴിയുമ്പോൾ നമുക്ക് തന്നെ അതിന്റെ റിസൾട്ട് ഫീൽ ചെയ്യൂട്ടാ. ഇനി നോക്കാനായിട്ട് പോകുന്നത്